ഹായ് ഹലോ ആസ്ട്രി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ഇത് തന്നെയല്ലേ കേട്ടത്. അപ്പോൾ ഒരു ചെറിയ ചേഞ്ച്, വേറൊന്നുമല്ല, എൻ്റെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. കാര്യം എന്താ പറയുക, ചാനലിൻ്റെ പേരും ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് വ്ളോഗിങ്ങും ഒരു ചേർച്ചയില്ല. അതുകൊണ്ട് തന്നെയാണ് മാറ്റാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താണെന്നല്ലേ, അപ്പോൾ കുറേ ആലോചിച്ചു, കുറച്ച് പേരോട് അഭിപ്രായമൊക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാത്തിൽ നിന്നും വന്നൊരു കൺക്ലൂഷനിലാണ് ഇടുന്നത് ദ ഡെയിലി ഡയറി എന്നാട്ടോ എൻ്റെ പുതിയ, അല്ല ഇപ്പോൾ ഉള്ള ചാനലിൻ്റെ പുതിയ പേര് ദ ഡെയിലി ഡയറി എന്നാണ്. അപ്പോൾ അലുമ്മയുടെ ഹെയർ കട്ടൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഈവനിങ് ആട്ടോ. ഇന്ന് ഈവനിങ് ആണ്. ഇന്ന് ഈവനിങ് വ്ളോഗാണ്. ഇന്ന് ഈവനിങ് വ്ളോഗിൽ എന്താണ്, നല്ല അടിപൊളി ചൂര കിട്ടി. നമ്മുടെ കേരച്ചൂര കിട്ടി. നമ്മുടെ നടക്കാവിൽ നിന്ന് തന്നെ കിട്ടിയ. സാധാരണ വാടിയിലൊക്കെ പോകുമ്പോഴാണ് ഞങ്ങൾക്ക് മീൻ കിട്ടാറ്. പക്ഷെ ഇന്നിപ്പോൾ നല്ല അടിപൊളി മീൻ കിട്ടിയപ്പോഴേ എന്താ ചെയ്തത്, ഞങ്ങളത് വെച്ച് സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊല്ലംകാരൊരു സ്പെഷ്യൽ ആയിരിക്കണം അത്. കാര്യം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഈ സൂപ്പ് വെക്കൽ, അതായത് അതിൻ്റെ മുള്ളും തലയൊക്കെ വെച്ചിട്ട്. അപ്പം നമുക്ക് അപ്പോൾ അതും പിന്നെ നാളത്തേക്ക് വേണ്ടിയുള്ള മീൻകറി ഞാൻ ഇന്ന് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു മിനി വ്ളോഗും ഈവനിങ് ഒരു റുട്ടീനും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അല്ലുമ്മയുടെ മുടിയും കൂടെ ഒന്ന് കണ്ടേരെ. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കേ. അപ്പോൾ അതാണ്ട് ഇതാ മേടിച്ചുകൊണ്ട് വന്ന മീൻ. അപ്പോൾ എന്നെ മീൻ പിടിക്കാൻ വിടാൻ കൊള്ളത്തില്ലെന്നാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം. കാര്യം വേറെ ഏത് മീൻ കണ്ടാലും ശരി, ചൂര കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് തന്നെ വാങ്ങിയിട്ട് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചൂര. അപ്പോൾ ഇന്നും 100 രൂപയ്ക്ക് മീൻ മേടിക്കാൻ പോയ ഞാൻ ഈ വലിയ ചൂരയും മേടിച്ചുകൊണ്ട് വന്നേ കേട്ടോ. വേറെ ഒന്നുമല്ല, മമ്മിയുള്ള ധൈര്യത്തിനാണ് മേടിച്ച. കാര്യം ഇത് ഞാൻ വെട്ടിക്കഴിഞ്ഞാൽ അവസാനം ഇതെല്ലാം കൂടെ അവിയൽ പരുവത്തിലാവും. മമ്മി ആകുമ്പോൾ അത് കൃത്യമായിട്ട് വെട്ടിത്തരുമല്ലോ, അങ്ങനെ. അപ്പോൾ അത് എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ കത്തിയില്ലായിരുന്നു, നല്ലൊരു മൂർച്ചയുള്ള കത്തിയില്ലായിരുന്നു, കത്രിക കാണുന്നില്ലായിരുന്നു. അങ്ങനെ എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ്, സമയത്തിന് നോക്കിയ ഒരു സാധനം എൻ്റെ കയ്യിൽ കിട്ടത്തില്ല. അതിനിത് എൻ്റെ തുണി വെട്ടുന്ന കത്രികയായിട്ട് മമ്മി കിടന്ന് പേടുപെടുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തതാണ്. പക്ഷേ ഒരുപാടില്ല, അപ്പോഴത്തേക്ക് മമ്മി ഒരുവിധം അത് കട്ട് ചെയ്ത് തീർന്നായിരുന്നു. മമ്മിക്ക് എനിക്കിത് കട്ട് ചെയ്ത് നല്ല ശീലമായതുകൊണ്ട് പെട്ടെന്ന് എല്ലാം പെട്ടെന്നാണ് മമ്മിക്ക്. നിമിഷ നേരം കൊണ്ടൊക്കെ ചോറും കറിയൊക്കെ വെച്ച് തീരും. അപ്പം ഒരു പാത്രത്തിൽ, ആ സ്റ്റീൽ പാത്രത്തിലിരിക്കുന്നത് ഫുള്ള് അതിൻ്റെ മീറ്റാണ്, മാംസമാണ്. ഇപ്പുറത്തിരിക്കുന്നതിനകത്താണ് തലയും പിന്നെ അതിൻ്റെ മുള്ളും അതെല്ലാം കൂടെ എന്താ പറയുക. ഇതിനകത്ത് ആകെ കളയുന്ന അതിൻ്റെ ഗിൽസ് ഇല്ലേ, അത് മാത്രമേ കളയത്തുള്ളൂ, വേറൊന്നും കളയത്തില്ല. ബാക്കിയെല്ലാം നമ്മൾ എടുക്കും. ഇപ്പം അതിനകത്ത് വെള്ളത്തിൽ വിനാഗിരിയും കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് അത് മിക്സ് ചെയ്ത് വെക്കും കുറച്ച് നേരത്തേക്ക്. അതിൻ്റെ ഒരു സ്മെല്ലും ആ തൊലിയുടെ പുറത്തൊരു സാധനമില്ല, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു 5-10 മിനിറ്റ്സ് അതവിടെ ഇരിക്കണം. അപ്പോഴത്തേക്ക് ഇതിനുള്ള ബാക്കി സാധനങ്ങളെല്ലാം, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഈ മറ്റേ നമ്മളെ മീൻകറി വെക്കുന്ന കണക്കൊന്നുമില്ല, എല്ലാം കൂടെ കൂട്ടി കലക്കി ഇങ്ങനെ തിളപ്പിച്ച് നല്ല എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ കൊച്ചുള്ളി വേണം, എല്ലാ സൂപ്പിനും ചെയ്യുന്ന പോലെ തന്നെയാണ്. കൊച്ചുള്ളി വേണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മറ്റേ മീൻകറിയും വെക്കണമല്ലോ, അത് ഞാനാണ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് പറക്കിയെടുക്കുന്നത്. മമ്മി സൂപ്പ് കറി വെച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനിരുന്നിട്ട് പോലും ഞാൻ മീൻകറി വെച്ച് തീർന്നില്ലായിരുന്നു കേട്ടോ. അതങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ല, മമ്മിക്ക് ഭയങ്കര സ്പീഡാണ്, എല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കും. ഞാനിവിടെ ഇങ്ങനെ തട്ടി തൂങ്ങി നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനൊരുവിധ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഈ നോക്കുന്നത് വീണ്ടും കത്തിയാണ് ഈ തിരക്കുന്നത്. കാര്യം ആകെ 2 കത്തിയേ ഉള്ളൂ. അതിനകത്തൊന്ന് മമ്മി കൊച്ചുള്ളി പൊളിക്കുക. അപ്പം ഞാൻ തിരക്കി, എൻ്റെ കത്തി എനിക്ക് കിട്ടി. അങ്ങനെ പിന്നെ അപ്പം ഞാനിത് പൊളിച്ച് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ അതാണ്ട് മമ്മി ഒരു കൂട്ടം കൊച്ചുള്ളി എല്ലാം പൊളിച്ച് കൊണ്ടുവന്നു. മമ്മിയുടെ കാര്യങ്ങളെല്ലാം ഇതാക്കും. പിന്നെ കരിവേപ്പില അപ്പുറത്തുനിന്ന് പൊട്ടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കരിവേപ്പിലയും പൊട്ടിക്കാൻ പോകുന്നുണ്ട്. കണ്ടു, ഞാൻ പറഞ്ഞില്ലേ ഞാനതവിടെ തുടങ്ങിയതേ ഉള്ളൂ. അതിനിടയ്ക്ക് മമ്മി ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ്. അങ്ങനെ മമ്മി അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ എൻ്റെ കയ്യിൽ ഇടിക്കുന്ന സാധനമില്ല, മറ്റേ കല്ലിൻ്റെ ഈ നമ്മൾ ചതയ്ക്കുമല്ലോ, ആ സാധനവും ഇല്ല. അപ്പോൾ അതും ഇല്ലാത്തതുകൊണ്ട് മിക്സിക്കകത്ത് വേണം ഇതെല്ലാം ഇട്ട് ചതച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ പോയേക്കുന്ന മറ്റേ ഇത് പിച്ചാനായിട്ട് പോയതാട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് മമ്മി അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തു. അപ്പോൾ ഇതിനകത്ത് വേണ്ടത് ഏറ്റവും കൂടുതൽ പച്ചമുളകും കരിവേപ്പില പൊട്ടിച്ചുകൊണ്ട് വന്ന്
പച്ചമുളക് ഒരു 7-8 പച്ചമുളക് എടുക്കണം. പിന്നെ കുറേ ഒരു എന്താ പറയുക, ഒരു കിണ്ണി അല്ലെങ്കിൽ ഒരു ബൗൾ നിറച്ച് ഒരു 10-20 കൊച്ചുള്ളി എടുത്ത്. ഇത് ചെറിയ കൊച്ചുള്ളി ആയതുകൊണ്ടാണ് 20 എണ്ണമൊക്കെ എടുക്കേണ്ടി വന്നത്. പിന്നെ കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി നമ്മളിതിന് എടുക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഏത് പാനിനകത്താണോ വെക്കുന്നത്, മീൻചട്ടിക്കകത്താണ് വെക്കുന്നത്, എൻ്റെ കയ്യിൽ കുഞ്ഞു മീൻചട്ടിയേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മേടിച്ച പാത്രമാണ്, ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയില്ലേ, കൊള്ളാം കേട്ടോ, അത് കുഴപ്പമില്ല. അതിനകത്ത് ആ ഫ്രൈങ് പാൻ മാത്രമേ ഉള്ളൂ എനിക്ക് അത്ര ഇഷ്ടപ്പെടാഞ്ഞത്, ബാക്കിയെല്ലാം ഒരുവിധം ഓക്കെയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് പച്ചമുളക് കീറിയിട്ട് പുളിയും വെള്ളത്തിൽ ഇട്ട് വെക്കണം. പുളി വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി. അപ്പോൾ പച്ചമുളക് കീറിയിട്ട് കരിവേപ്പില അതിനകത്തോട്ട് ഇട്ടിട്ട് ഇഞ്ചിയും ഉള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ എല്ലാം ഇടിക്കുന്ന സാധനമില്ല, അതുകൊണ്ട് മമ്മി അത് മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കി എടുക്കുക ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക, ഒന്ന് ഒതുങ്ങി കിട്ടത്തില്ല, ഒതുക്കി എടുക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെ മതി. അപ്പോൾ ഒന്ന് കറക്കി എടുത്തിട്ട് ഇതും ആ പാനിനകത്തോട്ടിട്ട് നമ്മുടെ മസാലകളില്ലേ എന്തൊക്കെയാണ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി മതി, ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇത് കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടാണ് പിന്നെ പുളിവെള്ളം കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ച് കലക്കി വെക്കും. പിന്നെ ഇതിന് നമുക്ക് ഇടാൻ പറ്റുന്ന എന്താണെന്നറിയോ, മാങ്ങയും ഇടാം, ഇലിമ്പിപ്പുളി ഇടാം. അപ്പോൾ ഇലിമ്പിപ്പുളി, അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. പുളി ഒഴിച്ചതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ അപ്പം ഇതെല്ലാം കഴിഞ്ഞ് വെള്ളം കൂട്ടി വെച്ച് നമ്മളിത് തിളപ്പിക്കും. അപ്പോൾ വെള്ളം കൂട്ടി വെച്ച് കാര്യം എന്താ പറയുക, നല്ല സൂപ്പായിട്ടല്ലേ നമുക്ക് കിട്ടേണ്ടത്, മീൻ കറിയായിട്ടല്ലല്ലോ. അങ്ങനെ അത് അടുപ്പേ വെച്ച് തിളയ്ക്കാനായപ്പോഴത്തേക്ക് നമ്മുടെ വിനാഗിരി ഉപ്പ് ഇട്ട് വെച്ച മീൻ നമ്മളത് ഒന്നും കൂടെ കഴുകിയെടുക്കണം. അപ്പോൾ അത് മമ്മി ആ വെള്ളം കളഞ്ഞ് ഇനി ഒന്നുകൂടെ നല്ല വൃത്തിക്ക് അത് കഴുകിയെടുക്കും കേട്ടോ. അതും കഴുകണം, മറ്റേ മീൻ കറിക്കുള്ളതാണ്. ഒരുപാട് നേരം വിനാഗിരിക്കകത്ത് വെക്കണ്ട, ജസ്റ്റ് ഒരു എന്താ പറയുക 10 മിനിറ്റ് നമ്മൾ അതിൻ്റെ അരപ്പ് ശരിയാക്കുന്നവർ. ഇനി അത് തിളയ്ക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോഴത്തേക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം മമ്മി നല്ലതുപോലെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനൊരു ബ്ലഡിൻ്റെ സ്മെല്ല് എപ്പോഴും ഉണ്ടാവും. ചൂരയ്ക്ക് നല്ലതുപോലെ കഴുകണം, ഒരുപാട് വെള്ളത്തിൽ കഴുകണം. പിന്നെ അതുപോലെ ഇതിട്ട് ഒലച്ച് കഴുകാനും പറ്റത്തില്ല, അതങ്ങ് പൊടിഞ്ഞും പോകുമല്ലോ. അങ്ങനെ അതെല്ലാം കഴുകി നമ്മൾ അപ്പോഴത്തേക്ക് ഞാനത് കൊണ്ടൊന്ന് അടച്ച് നല്ല തിളപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമ്മൾ മീനെല്ലാം മൊത്തം കഴുകി വൃത്തിയാക്കി എടുക്കും. ആ തല അവിടെ കിടക്കുന്നുണ്ടോ, നല്ലൊരു കത്തിയില്ലാത്തതുകൊണ്ട് അത് വെട്ടാൻ പറ്റുന്നില്ലായിരുന്നു മമ്മിക്ക്, കുറേ ശ്രമിച്ച്. സാരമില്ല, അതങ്ങനെ എന്തായാലും നമ്മൾ കഴിക്കാനുള്ളത് തന്നെയല്ല. പിന്നെ ഇത് എന്താ പറയുക, ഇപ്പം തന്നെ ഫിനിഷ് ചെയ്യും. നമ്മൾ ആ സൂപ്പൊക്കെ കുടിച്ച് തീർക്കുക ചെയ്യുക, വെച്ചിരിക്കത്തില്ല നമ്മളത്. ചോറിൻ്റെ കൂടെ കഴിച്ച് അതങ്ങ് അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, തലയും മുള്ളുമല്ലേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞ പോലെ ഇത് എൻ്റെ മീൻകറിയുടെ സാധനങ്ങളൊക്കെ ഇപ്പോഴും അവിടെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ്ട് നല്ല അടിപൊളിയായിട്ടത് വെന്ത് ആ അരപ്പ് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ മീൻ പറക്കിയിടുന്നു. മീൻ പറക്കിയിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല തിളയ്ക്കണം കേട്ടോ. നല്ല തിളച്ചിട്ട് അതിനകത്ത് കരിവേപ്പിലേക്ക് ഇട്ട്. അപ്പം ഞാൻ ഇത്രയും നേരമായിട്ടൊന്നും നടക്കാത്തതുകൊണ്ട് ഞാൻ ചോപ്പർ എടുത്ത് ഉള്ളിയും തക്കാളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടെ ഞാൻ ചോപ്പറിനകത്തിട്ടിങ്ങി ചോപ്പ് ചെയ്തിങ്ങി എടുത്തോട്ടായിരുന്നു. ഞാനിനി ഇത് അരിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് 10-11 മണിയാവും. അപ്പോൾ പിന്നെ വേണ്ടാന്നും പറഞ്ഞ് അങ്ങനെ അതെല്ലാം ഞാനൊരു സൈഡിൽ അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. കാര്യം ഇന്നിപ്പോൾ വെച്ച് നാളത്തേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. മീൻകറി അങ്ങനെ ആണല്ലോ. അപ്പോൾ അപ്പോഴത്തേക്കും മമ്മി അപ്പുറത്ത് പോയി ഇലിമ്പിപ്പുളി പിടിച്ചിക്കൊണ്ട് വന്നു കേട്ടോ. കാര്യം ടേസ്റ്റ് നോക്കിയപ്പോൾ പുളി കുറവായിരുന്നു. അങ്ങനെ ഇലിമ്പിപ്പുളി ഇതിനകത്തോട്ട് ഒരു 5-6 ഇലിമ്പിപ്പുളി നീളത്തിന് വെട്ടി അതിനകത്ത് ഇട്ടിരിക്കുക. അങ്ങനെ അതും കഴിഞ്ഞ് കരിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പ് റെഡിയാട്ടോ. നല്ല സ്റ്റൈലൻ കറിയാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ്ട് വീണ്ടും എൻ്റെ കറി വെക്കൽ ഇതുവരെ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഞാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ അത് വേണ്ട സാധനങ്ങളെല്ലാം സൈഡിലോട്ടാക്കിയിട്ട് ഞാൻ ആ ഒരു സ്ലാബ്, ആ ഒരു പാരപ്പറ്റ് ഞാൻ അങ്ങ് വൃത്തിയാക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ കൂടും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ പാത്രമൊക്കെ കഴുകി മാറ്റിയാൽ മതി, അധികമൊന്നുമില്ല. അങ്ങനെ അവിടെ ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ആണ് അങ്ങ് അടുത്ത മീൻകറി. ഈ മീൻകറി അടുപ്പത്താക്കിയിട്ട് വേണം നമ്മൾ ഫുഡ് കഴിച്ച് തീരുമ്പോഴത്തേക്ക് അത് തിളച്ച് നല്ല നീറ്റാവും കേട്ടോ. അപ്പോൾ തന്നെ അതിനകത്ത് ഇവിടെ പാത്രം കഴുകത്തില്ല, നമുക്ക് അപ്പുറത്തൊരു വർക്ക് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ആ പാത്രം കഴുകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആ സിങ്ക് എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കൈയൊക്കെ ഒന്ന് കഴുകി നല്ല വൃത്തിക്ക്. കാര്യം ഇനി കറി വെക്കണ്ടേ. അപ്പോൾ ദാണ്ട അടിപൊളി നമ്മുടെ സൂപ്പ് റെഡി. ഇനി അവിടെ മീൻകറി കേട്ടോ. മീൻകറിക്ക് കൊച്ചുള്ളിയാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ വലിയ ഉള്ളിയായിട്ട് തന്നെ ഞാനത് 1/4 മണിക്കൂർ എടുത്തതൊന്ന് ഇതാക്കാനായിട്ട്. അപ്പോൾ ഇത് അതിൻ്റെ അരപ്പിനുള്ളതാട്ടോ. അരപ്പിനുള്ളത് ഞാൻ 5 ടീസ്പൂൺ മുളക് പൊടിയും 4 സ്പൂൺ
മല്ലിപ്പൊടിയും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരിച്ചിരി കുരുമുളക് ഒരു ടീസ്പൂൺ കുരുമുളകും ഇട്ടിട്ടുണ്ട്. ഇതാണ് മീൻകറിക്കുള്ള അരപ്പും. 2 സവാളയും 1 തക്കാളിയും പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും. അപ്പം ടേസ്റ്റ് ചെയ്യാൻ വന്നതാണ് കേട്ടോ ഇവിടുത്തെ ഒഫീഷ്യൽ ടേസ്റ്റർ. ടേസ്റ്റ് ചെയ്ത് കറി അടിപൊളിയാണെങ്കിലും പറയും ഉപ്പ് കുറവെന്ന് പറയും. അങ്ങനെ പിന്നെ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് എരിവൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ വീണ്ടും ഞാൻ കറി വെക്കാൻ വന്ന് ചട്ടി അടുപ്പത്ത് വെച്ചു. ഞാൻ പറഞ്ഞില്ല ഇത് മീൻ ചട്ടി വെക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. പക്ഷേ എൻ്റെ ഇത്രയും മീനിട്ട് ഒരുമിച്ചിട്ട് കറി വെക്കാനുള്ള ചട്ടിയില്ല, കുഞ്ഞു ചട്ടിയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം പിന്നെ ആയിക്കോട്ടെ, ഇത് നമുക്ക് ഇതിനകത്ത് തന്നെ വെക്കാം. കടുക് ഇട്ട് പൊട്ടിച്ച് ഉലുവ ഇടും. ഉലുവ പക്ഷേ എനിക്ക് ഇടുന്ന വലിയ ഇഷ്ടമല്ല, കയ്പ്പ് വരും. അപ്പം ഞാൻ കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് അത് നല്ല പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും കൂടി ഇട്ട് ഒരുമിച്ചിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ വെള്ളമൊക്കെ പറ്റി നല്ല വഴറ്റിയെടുക്കണം. അടച്ചു വെച്ച് വേവിക്കേണ്ട. സാധാരണ അങ്ങനെയല്ല, അടച്ചു വെച്ച് നമ്മളത് വെള്ളം പറ്റിയത് അങ്ങനെയല്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അത് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളി അതിനകത്തിട്ട് വഴറ്റി നല്ല അടിപൊളിയായിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. വഴറ്റി കഴിഞ്ഞ് പിന്നെന്താ അടി പിടിക്കാതെ നോക്കണം. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി കൂടെ ഉപ്പ് ഇടാം കേട്ടോ. ഒരു തുള്ളിയും കൂടെ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ വേഗം അതിൻ്റെ വെള്ളം, നമ്മൾ സവാള ഇടുമ്പം ഉപ്പ് ഇടുമല്ലോ, അതല്ലാതെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ തക്കാളി ഇട്ട് കഴിഞ്ഞും കൂടെ വേഗം വഴണ്ട് കിട്ടും. അങ്ങനെ അതും കൂടെ വഴണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നമ്മുടെ മസാല നമ്മൾ റെഡിയാക്കി വെച്ചില്ലേ, അതും കൂടി ഇതിനകത്തോട്ട് തട്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഈ മീൻകറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ അച്ചായ ഓർക്കും. അച്ചാ ഉദ്ദേശിക്കുന്നത് പപ്പായുടെ പപ്പയാണ്. ഞാൻ 10th കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ 10th കഴിഞ്ഞ് നമ്മൾ +1 പോകുമ്പോഴത്തേക്കുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ഒരു 2-2.5 മാസത്തോളം നമ്മുടെ അലോട്ട്മെൻറ്റും ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഈ മീൻകറിയൊക്കെ വെക്കാൻ പഠിക്കുന്നത്. അന്ന് മമ്മി പറഞ്ഞ മീൻകറി കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുക. പക്ഷേ അതിനകത്ത് എങ്ങനെ അത്രയും കാണാപ്പാടം പഠിച്ചു വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ എല്ലാ ദിവസവും പറ്റും. അപ്പോൾ മീൻകറി വെച്ച് അച്ഛ ഞങ്ങളുടെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വരുമായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ അച്ഛ വരുമ്പോഴത്തേക്ക് ഞാൻ അപ്പോഴത്തേക്ക് കറി വെച്ച് അച്ഛ കഴിച്ച് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ കഴിക്കുന്നത്. അച്ഛ വന്ന് കഴിച്ചിട്ട് പോകണ്ടേ. അപ്പോൾ അച്ഛ കഴിച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, അച്ഛ എങ്ങനെ ഉണ്ടായിരുന്ന കറി? അടിപൊളിയാണ്. അച്ഛാ ഒരുപാടൊന്നും സംസാരിക്കത്തില്ലെങ്കിലും കുറച്ച് വേർഡ്സിൽ നമുക്ക് പറഞ്ഞു തരാം, കൊള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഞാൻ കഴിക്കുന്നത്. അപ്പോഴായിരിക്കും ആ കറിയുടെ എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഉപ്പ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഉപ്പ് കുറവായിരിക്കും. എങ്ങനെ കറി വെച്ച് കൊടുത്താലും പാവം മനുഷ്യനിരുന്ന് കഴിച്ചിട്ട് ഒരക്ഷരവും ഇടത്തില്ല. നല്ലതെന്നല്ലാതെ ഇതുവരെ മോശമായിപ്പോയെന്നോ ഇപ്പം ഇല്ല ആൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കഴിച്ച് നല്ലതായിരുന്നു മോളെ എന്നും പറഞ്ഞിട്ടങ്ങ് പോകും. അപ്പോൾ എപ്പോഴും മീൻകറി വെക്കുമ്പോൾ അന്ന് എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഭയങ്കര മടിയാണ്. കാര്യം എന്തോ ഞാനങ്ങനെ ടേസ്റ്റ് ചെയ്യാറില്ലായിരുന്നു. കറി മമ്മി പറഞ്ഞു തന്ന രീതിയിൽ അങ്ങ് കറി വെക്കും, ഇത്ര എന്ന്. എന്നാലും പറഞ്ഞല്ലോ എന്തെങ്കിലുമൊക്കെ കുഴപ്പം പറ്റിപ്പോവും. അപ്പം ഇപ്പം മീൻകറി വെച്ചാലും ഞാനിങ്ങനെ ഓർക്കും, ദൈവമേ ആ ഒരു കാലം 10th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മീൻകറി വെക്കാൻ പഠിച്ചു. പക്ഷെ അന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻകറി വെക്കാനായിട്ട്. ഇപ്പോഴാണ് അന്ന് അറിഞ്ഞില്ലല്ലോ ഇത് ഡെയിലി ചെയ്യേണ്ടി വരുന്ന പരിപാടിയായിരിക്കും ഇത്. അങ്ങനെ അപ്പോൾ പുളി ഉണ്ടായിരുന്നത്, അപ്പോൾ പുളിയും ഉപ്പും എരിവും ഒക്കെ ഇച്ചിരി കൂടി നിൽക്കണം, എന്നാലും അത് മീനിനകത്ത് പിടിക്കത്തുള്ളൂ. അങ്ങനെ പുളി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നല്ലതുപോലെ വെള്ളം കൂട്ടി വെച്ച് തിളപ്പിച്ചെടുക്കണം മീൻകറി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മീൻ പറക്കിയിടുന്നത് കേട്ടോ. അപ്പോൾ കഥ പറഞ്ഞിരുന്ന് ഇത്രയും പരിപാടി എത്തിയത് അറിഞ്ഞില്ല. അങ്ങനെ അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നല്ലതുപോലെ വെള്ളം ഒഴിക്കണം. അപ്പോൾ ആ അരപ്പ് ഞാൻ ആ വെള്ളം എടുക്കാൻ പോയ ഗ്യാപ്പാട്ടോ ഇത്. ഞാൻ നല്ലപോലെ വെള്ളം ഒഴിച്ചാൽ ഒരു ഹാഫ് ഓളം വെള്ളം ഒഴിച്ച് അത് നല്ലതുപോലെ തിളപ്പിക്കണം. ആ മാക്സിമം അതിനകത്ത് പുളി പിഴിഞ്ഞിങ്ങി എടുക്കണം കേട്ടോ. നമ്മൾ മിഡിൽ ക്ലാസ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാം ഓരോ മിഡിൽ ക്ലാസ് വീട്ടുകളിലെ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്നതൊക്കെ തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്നതൊക്കെ തന്നെയാണ് കേട്ടോ. മാക്സിമം പുളി അതിനകത്ത് നിന്ന് പിഴിഞ്ഞെടുത്തേക്കണം. പിന്നെ ഞാനിതിനകത്ത് 2 ഇലിമ്പിപ്പുളി എക്സ്ട്രാ ഇടുന്നുണ്ട് കേട്ടോ. മറ്റേ നമ്മുടെ സൂപ്പിന് വെക്കാൻ വേണ്ടിയിട്ട്, സൂപ്പിനിടാൻ വേണ്ടിയിട്ട് പിച്ചിക്കൊണ്ട് വന്ന ഇലിമ്പിപ്പുളി ഇരിപ്പുണ്ടായിരുന്നു. എന്തിനാണ് വെറുതെ അത് കളയുന്നത്? ഇതിനകത്തിടാം, എന്തായാലും നാളെയല്ലേ കൂട്ടുന്നുള്ളൂ ഈ കറി. അപ്പം അതുകൊണ്ട് അത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടായിരുന്നു. അങ്ങനെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അല്ലുവിന് സംശയം ഉണ്ടായിരുന്നു, ഇത് ഏത് കറി വെച്ചാൽ നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു സൂപ്പ് കൂട്ടി ആരെങ്കിലും ചോറ് കഴിക്കുമെന്നായിരുന്നു അല്ലുവിൻ്റെ സംശയം. അങ്ങനെ പിന്നെ അതിൻ്റെ വെള്ളം ഒഴിച്ച് ആ 2 ഇലിമ്പിപ്പുളി ഞാൻ അതിനകത്ത് ഇട്ട് അടച്ചു വെച്ച് നല്ല അടിപൊളിയായിട്ട് തിളപ്പിച്ചെടുക്കണം.
അങ്ങനെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിക്കണം കേട്ടോ. വേഗം തിളച്ച് കിട്ടും. നല്ല വെട്ടി തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഇപ്പം പറ്റിച്ചെടുക്കണ്ട, മീൻ ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ച് പറ്റിച്ചെടുത്താൽ മതിയോ. അപ്പം ഇതിങ്ങനെ തിളയ്ക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇപ്പം നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പോ പുളിയോ അല്ലെങ്കിൽ എരിവ് വേണമെങ്കിൽ പച്ചമുളകും ഒക്കെ ചേർക്കാം കേട്ടോ. കീറിയിടാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല കുടംപുളിയും ഇടാം നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ മീനെല്ലാം കൂടെ പറക്കിയിട്ട് അത് പതുക്കെ ഉടയാതെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇനി സ്പൂണിട്ട് ഇളക്കാൻ പറ്റത്തില്ല. മീനിട്ട് നല്ല തിളച്ച് കഴിഞ്ഞ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. നല്ല കറക്കിയെടുത്ത് മതി, അല്ലെങ്കിൽ മീനല്ല. എനിക്കിതൊന്നും ആദ്യം വലിയ പിടുത്തമുള്ള കാര്യമൊന്നുമില്ല. ഞാൻ സ്പൂണിട്ട് 2 കലക്കുമായിരുന്നു. അപ്പം കഴിക്കാൻ എടുക്കുമ്പോൾ മീനായിട്ടൊന്നും കിട്ടാറില്ല, മൊത്തത്തിൽ ഒരുമിച്ചായിരുന്നു എനിക്കൊക്കെ കിട്ടിക്കൊണ്ട്. പിന്നീട് ഇപ്പം ചെയ്ത് വന്നപ്പോഴാണ് ഇത് ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ അത് അവിടെ തിളയ്ക്കാൻ വെച്ചിട്ട് ഞങ്ങൾ ചോറ് കഴിക്കാൻ വന്നു കേട്ടോ. നല്ല ചോറിച്ചിരി വേകാനുണ്ടായിരുന്നു എന്ന് മമ്മി പറഞ്ഞു. രാവിലെ ഞാൻ ധൃതിക്ക് വെച്ചല്ലേ അല്ലുവിന് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇച്ചിരി കൂടെ വേവാൻ ഉണ്ടായിരുന്നു. സാധാരണ അടുപ്പത്തിട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് അടുപ്പത്ത് വെക്കുന്നില്ല. അടുപ്പത്ത് വെക്കുമ്പോഴേ ഈ ചോറ് നല്ല ഇതായിട്ട് വരുന്നത്. അങ്ങനെ ചോറ് കഴിക്കാനായിട്ട് എടുത്താൽ അല്ലുമ്മ മീനിന് വന്ന് നിൽക്കുക കേട്ടോ. അങ്ങനെ മീൻ കഴിച്ച് കഴിഞ്ഞാൽ മീൻ അങ്ങനെ കറി വെച്ചാൽ ഒന്നും അല്ലു കഴിക്കത്തില്ല. അല്ലുവിന് പൊരിച്ച മീൻ തന്നെ വേണം. അങ്ങനെ ഞാൻ അതിൻ്റെ എന്താ പറയുക സൂപ്പും കൂട്ടി കഴിക്കുന്ന നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാനും അല്ലുമ്മയും മമ്മിയും ചോറ് കഴിച്ചു. അപ്പോൾ ആ കറി അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ വന്ന് കോരി കുടിക്കുക. ചിക്കൻ സൂപ്പൊക്കെ കഴിക്കുന്ന പോലെ കോരി കുടിക്കുക. അപ്പോൾ എങ്ങനെ വേണേലും കഴിക്കാം. ഇതിപ്പം നമ്മുടെ ചൂര സൂപ്പ് കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കറിയും അടിപൊളിയായിട്ട് റെഡിയായി, എണ്ണയൊക്കെ തെളിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടോ ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. ഇതിനെ ഇങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ കഴിക്കാൻ സമയമാകുമ്പോൾ നല്ലപോലെ ഒന്ന് ചൂടാക്കി കരിവേപ്പിലയോ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ പുറത്തൂടെ ഒക്കെ ഒഴിച്ച് എടുക്കാം കേട്ടോ. അങ്ങനെ ആഹാരം കഴിപ്പും ഡിന്നറും ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് എന്താ ക്ലീനിങ് ചെയ്യുക, അടുക്കളയെല്ലാം ഒന്ന് ഒതുക്കിയെടുക്കുക, പാത്രമെല്ലാം തേച്ച് കഴുകി വെക്കുക, ഉറങ്ങുക. അപ്പോൾ നാളെ അല്ലു ഒരു 9:30 ആകുമ്പോൾ ഉറങ്ങിയാലേ അല്ലുമ്മ രാവിലെ കൃത്യസമയത്തിന് എണീക്കത്തുള്ളൂ. ലേറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അല്ലുവിനെ എഴുന്നേൽക്കാനായിട്ട്. അപ്പോൾ ഈ കിച്ചൺ അന്ന് ക്ലീൻ ചെയ്തിടുന്നതുകൊണ്ട് അങ്ങനെ വലിയ പരിപാടികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ബാക്കി പാത്രവും കൂടെ 5-6 ഉണ്ടായിരുന്നുള്ളൂ. അതും എടുത്തിട്ട് അടുക്കള ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തൂത്തു. ഉണ്ടായിരുന്ന പാത്രം 5-6, ഇതാണ് ഞങ്ങളുടെ വർക്ക് ഏരിയ. അത് മൊത്തം പാത്രങ്ങളൊക്കെ ആയിട്ടിരിക്കുക. അങ്ങനെ ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങൾ ഞാൻ കഴുകിയിട്ട് അടുക്കളയെല്ലാം അടച്ച് ഞങ്ങളങ്ങനെ ഉറങ്ങാൻ പോവാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് ആണ് എൻ്റെ വിശ്വാസം. ആണെങ്കിൽ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.